കീം 2024-ൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും ട്രയൽ അലോട്ട്മെൻറ്റും ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെയാണ് വരാൻ പോകുന്നത്. അലോട്ട്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞ് നമ്മളൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഡോക്യുമെൻ്റ് ശരിയാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്, പക്ഷേ അഡ്മിഷൻ്റെ ആ സമയത്ത് ഒരു ലാസ്റ്റ് റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഇതെല്ലാം ശരിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ആദ്യം വേണ്ടത്, നമ്മൾ കീം എക്സാമിന് പോയപ്പോൾ ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോയില്ലേ, നമ്മൾ ഹോൾ ടിക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ആ അഡ്മിറ്റ് കാർഡാണ്. ഒരുപാട് പേരുടെ കയ്യിൽ അതിപ്പോൾ നഷ്ടമായിട്ടുണ്ടാകും. അതായത് പരീക്ഷ കഴിഞ്ഞ പാടും എല്ലാവരും അത് എടുത്ത് വെക്കണം നിർബന്ധമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോയ അന്നുള്ള ആ ഹോൾ ടിക്കറ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ഒരു PDF നമ്മുടെ ഫോണിൽ എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ. ആ PDF ഒന്നുകൂടെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയാൽ മതി. അതിൽ ഒരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അഡ്മിറ്റ് കാർഡ് നിർബന്ധമായിട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോയ അഡ്മിറ്റ് കാർഡ് നഷ്ടപ്പെട്ടിട്ടുള്ളവർ അല്ലെങ്കിൽ എക്സ്ട്രാ കോപ്പി ഇല്ലാത്തവർ ഒരു കോപ്പി ഓഫ് അഡ്മിറ്റ് കാർഡ് എടുത്തു വെക്കണം. രണ്ടാമത് വേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോ ആണ്. അത് നമുക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടാകും. അതൊക്കെ അപ്പോൾ ആ സമയം ചെയ്താൽ മതി. പക്ഷേ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് നോക്കി വെക്കട്ടോ. നിങ്ങളുടെ കയ്യിൽ PDF ഇല്ലെങ്കിൽ അത് എവിടെന്നെങ്കിലൊക്കെ തപ്പി പിടിച്ച് വെച്ചേക്കണം. മൂന്നാമതായിട്ട് വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, +2ൻ്റെ മാർക്ക് ഷീറ്റ്. അതായത് +2 സർട്ടിഫിക്കറ്റ്. നമുക്ക് +2 കഴിഞ്ഞവർക്കൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. അത് ഒറിജിനൽ തന്നെ വേണം കേട്ടോ, കോപ്പിയല്ല. ഒറിജിനൽ കോപ്പി ഓഫ് +2 മാർക്ക് ഷീറ്റ്. പിന്നെ അത് കൂടാണ്ട് ഒരു 2-3 എക്സ്ട്രാ കോപ്പീസും കൂടി എടുത്തു വെക്കണം +2 മാർക്ക് ഷീറ്റിൻ്റെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത ഡോക്യുമെൻറ്റ് സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ഡേറ്റ് ഓഫ് ബർത്ത്, ഇതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ് ആയിരിക്കും കേട്ടോ. SSLC സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് ആയിക്കോട്ടെ, നേറ്റിവിറ്റി ആയിക്കോട്ടെ, അങ്ങനെ എന്തും നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രൂവ് ചെയ്യാം. ഇനി SSLC സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മതി. SSLC സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് വരരുത്, അതെന്തായാലും വേണം, നിർബന്ധമാണ്. അപ്പോൾ അടുത്ത ഡോക്യുമെൻറ്റ് SSLC സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒരു 2-3 എക്സ്ട്രാ കോപ്പീസുമാണ്. പിന്നെ വേണ്ടത് നേറ്റിവിറ്റി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ്. അതിനും ഈ SSLCയുടെ സർട്ടിഫിക്കറ്റ് തന്നെ മതി. പിന്നെ കുറേ പേര് നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ചില ഡോക്യുമെൻറ്റ്സ് ആണ് ഉപയോഗിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ കീമിൻ്റെ സമയത്ത് ഏത് പ്രൂഫാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്തത് ആ ഒരു പ്രൂഫ് കൊണ്ടുവരിക. അടുത്തതായിട്ട് വേണ്ടത് നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളിപ്പോൾ SC ST ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, അല്ലെങ്കിൽ OBC നോൺ ക്രീമി ലെയർ, ഇങ്ങനെയുള്ളവർക്ക് സ്റ്റേറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. പിന്നെ എക്സ്ട്രാ കോപ്പീസ് എടുത്ത് വെക്കാൻ മറക്കണ്ട. അടുത്തത് വേണ്ടത് TCയും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുമാണ്. TCൻ്റെയും CCൻ്റെയും ഒറിജിനൽ തന്നെ വേണം കേട്ടോ. നമ്മുടെ TCക്ക് വാലിഡിറ്റി ഒന്നുമില്ല, അങ്ങനെ എക്സ്പയറി ഡേറ്റ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിന് 6 മാസം മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേര് റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. അങ്ങനെ റിപ്പീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത് ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് സ്കൂളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ടോ സൈൻ ചെയ്യിപ്പിച്ച് പുതിയത് വാങ്ങിപ്പിക്കണം. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് പുതിയതില്ല എന്നുണ്ടെങ്കിൽ അവസാനം നല്ല പ്രശ്നമാവും. അപ്പോൾ റിപ്പീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ എടുത്തു വെക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് വേണ്ടത് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കയ്യിലുണ്ടാകും. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെന്ന് ഡോക്ടർ എഴുതി തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതിൻ്റെ PDF നമ്മളുടെ കീമിൻ്റെ പ്രോസ്പെക്ടസിൽ ഡൗൺലോഡ് ചെയ്യാനുണ്ടാകും. അപ്പോൾ അതിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ മതി. അതെന്നിട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറിനെ കൊണ്ട് നിങ്ങൾ സൈൻ ചെയ്യിക്കണം. ഇതും നേരത്തെ റെഡിയാക്കി വെച്ചോട്ടോ. ലാസ്റ്റ് അഡ്മിഷൻ്റെ സമയത്ത് ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നേരത്തെ റെഡിയാക്കി വെക്കാൻ പറയുന്നത്. അടുത്തത് വേണ്ടത് നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റാണ്. ഇത് നമ്മൾ HSC ഉള്ളവർക്ക്, അതായത് നമ്മൾ സ്റ്റേറ്റ് സിലബസ് ഒക്കെ പഠിച്ചവരാണെങ്കിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചവരാണെങ്കിലും ഇതിൻ്റെ ആവശ്യമില്ല. അല്ലാണ്ടുള്ളവർക്ക് CBSE ഒക്കെ പഠിച്ചവർക്ക് എനിക്ക് തോന്നുന്നു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വേണമെന്ന്. പിന്നെ വേണ്ടത് നമ്മൾ ഫീ പേ ചെയ്ത റെസിപ്റ്റാണ്. നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ കോഴ്സ് ഫീസ് നമ്മൾ പേ ചെയ്യില്ലേ, അത് പേ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫീ റെസിപ്റ്റ് വരും. അതിൻ്റെയും കോപ്പി നിർബന്ധമായിട്ട് വേണം. പിന്നെ വേണ്ടത് നിങ്ങളുടെ 2-3 പാസ്പോർട്ട് സൈസ് ഫോട്ടോസാണ്. 2-3 ഇതിൽ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ഒരു 4-5 കയ്യിൽ കരുതുക കേട്ടോ. പിന്നെ വേണ്ടത് ഇതിൻ്റെ എല്ലാം കോപ്പീസാണ്. എല്ലാത്തിനും 2 കോപ്പി വീതം വേണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC, +2 സർട്ടിഫിക്കറ്റ്,
അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കാര്യങ്ങളായിരിക്കും, TC ആയാലും കണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആയാലും. ഇനി നിങ്ങൾ എക്സ്ട്രാ എടുത്ത് വെക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാം. ഒന്ന് വേണ്ടത് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ്. അതിന് 6 മാസം വാലിഡിറ്റി ഉള്ളൂ. റിപ്പീറ്റേഴ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളത് ഒന്നും കൂടി സ്കൂളിൽ പോയി വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും, കോണ്ടക്ട് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ അതിൽ നോക്കിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് ഒരു ഗസറ്റഡ് ഓഫീസറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാൽ മതി. പിന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. അതിൻ്റെ ഫോം നമ്മുടെ കീമിൻ്റെ പ്രോസ്പെക്ടസിലുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ ഒന്ന് പ്രിൻ്റ് എടുത്ത് ഒരു ഗവൺമെൻറ് ഡോക്ടറിനെ കൊണ്ട് തന്നെ നിങ്ങൾ സൈൻ ചെയ്യിക്കണം, ഫിസിക്കലി ഫിറ്റാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യമാണ്. കുറേ പേരുടെ അടുത്ത് അതിൻ്റെ PDF നഷ്ടമായിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കി വെക്കുക കേട്ടോ. പിന്നെ വേണ്ടത് 2-3 ഫോട്ടോഗ്രാഫ്സ്. അതും ഇല്ലാത്തവർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ സ്റ്റോക്ക് ഇല്ലാത്തവർ ഒന്നും കൂടി എടുത്ത് വെക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കീം അലോട്ട്മെൻറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ അഡ്മിഷനെ പറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്.